ചരിത്രത്തെ തിരിച്ചുപിടിക്കുന്ന പ്രക്രിയയാണ് കവിതയെന്ന് വൈലോപ്പിള്ളി കവിതയെ മുൻനിർത്തി കെ.പി. മോഹനൻ പ്രസ്താവിച്ചു. ഇടശ്ശേരി കലാപാഠശാല സംഘടിപ്പിച്ച ത്രിദിന കാവ്യവിചാരം കവിതാ സെമിനാറിന്റെ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാടുന്ന പോലെയുള്ള ചില കവിതകളിൽ കിട്ടുന്ന വിഷയത്തിന്റെ ചില സൂചനകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അത് പ്രബലമായി തുടങ്ങുന്നത് 60കളോടുകൂടിയാണ്. ആ കാലത്തെയാണ് നമ്മളിവിടെ ആധുനികതാ പ്രസ്ഥാനമെന്നോ അല്ലെങ്കിൽ ആധുനികതാവാദമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മലയാളത്തിലും 60കളോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. താരതമ്യേന വൈകിയാണ് മലയാളത്തിൽ ഈ ഒരു പുതിയ ഭാവുകത്വത്തിന്റെ രംഗപ്രവേശം വേണമെങ്കിൽ കാണാം. 40കൾ മുതൽ ബംഗാളി സാഹിത്യത്തിലും മറാത്ത സാഹിത്യത്തിലും ഇതിന്റെ രംഗപ്രവേശം നടക്കുന്നുണ്ട്. 50-60കളിൽ കന്നഡ സാഹിത്യത്തിലുണ്ട്, തമിഴില് പ്രാരംഭം കുറിക്കുന്നുണ്ട്. 60കളാണ് നമ്മളിതിന്റെ സ്റ്റാർട്ടിംഗ് ഫേസ് ആയിട്ട് പലപ്പോഴും കാണാറുള്ളത്. 59ൽ വന്നിട്ടുള്ള കുരുക്ഷേത്രം എന്ന കവിതയോ അല്ലെങ്കിൽ തൊട്ടുമുള്ള അയ്യപ്പത്തിന്റെയോ ചെറിയാന്റെയോ ഒക്കെ കവിതകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് 55-56 പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്ന് നമ്മൾ പൊതുവെ കണക്കാക്കാറുള്ളത്. ഇത് ആ കാലത്ത് അപ്പോ ഒരു കാര്യം കൂടി ഞാൻ ശീർഷകത്തെ കുറിച്ച് സൂചിപ്പിക്കാനായിരുന്നു. ഞാൻ 70കളുടെ കവിതകൾ എന്ന് വായിക്കുമ്പോൾ എന്നാണ് പറഞ്ഞത്. 70കൾ എന്നുള്ളത് കാലവാചി ആയ ഒരു സൂചകമായിട്ടല്ല കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇന്ന് 70കൾ ചരിത്രമാണ് വൈലോപ്പിള്ളി കവിതകളുടെ കാതലായി പ്രവർത്തിച്ചത്. ഓർമ്മകളിൽ നിന്നാണ് വൈലോപ്പിള്ളി കവിതകളുടെ ജനനം. സമകാലിക സംഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന കവിതകളെ വിവിധ മാനങ്ങളിലേക്ക് ഉയർത്തിയ ജീവിതത്തിന്റെ നിഴൽ പ്രകാശഘടനകളായിരുന്നു വൈലോപ്പിള്ളി കവിതയെ നിർണയിച്ചത്. ഓർമ്മകൾ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും ഓർമ്മകളാണ് ചരിത്രത്തെ സൃഷ്ടിച്ചും നിലനിർത്തിയും കൊണ്ടുപോകുന്നതെന്നും വൈലോപ്പിള്ളി കവിത ആവർത്തിച്ചുറപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ ഇടശ്ശേരി കലാപാഠശാല ആകാശവാണിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ത്രിദിന കാവ്യവിചാരം കവിതാ സെമിനാറിന്റെ അവസാന ദിവസത്തെ ആദ്യ സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയെ മുൻനിർത്തി മിസ്റ്റിസിസത്തിന്റെ ഇന്ത്യൻ വംശാവലി എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പ്രൊഫസർ കെ.എം. അനിൽ, എൻ.വി. കൃഷ്ണവാര്യരുടെ കവിതയെ അധികരിച്ച് അറിയുന്നതാര് കടൽക്കാക്കെ എന്ന വിഷയം അവതരിപ്പിച്ച് ഡോക്ടർ കെ.വി. സജയ്, ആധുനികാനന്തര കവിതയുടെ ബഹുസ്വരമാനങ്ങൾ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ അനൂപ് പാപ്പച്ചൻ, 70കളിലെ കവിതയെ അടിസ്ഥാനമാക്കി ആധുനികതയുടെ പിൻനിലാവ് എന്ന വിഷയത്തിൽ ഡോക്ടർ റഫീഖ് ഇബ്രാഹിം, പുതുകവിതയുടെ വർത്തമാനം സൂക്ഷ്മവും സ്ഥൂലവും എന്ന വിഷയത്തിൽ ആർ. ആതിര എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. കെ.എം. ജയശ്രീ, ടി.വി. ശൂലപാണി, അശോക് കുമാർ ഇടശ്ശേരി, അഡ്വക്കേറ്റ് ജിസൻ പി. ജോസ് എന്നിവർ പ്രസംഗിച്ചു. ബിന്ദു പി. അരുണിമ തുടങ്ങിയവർ വിവിധ കവിതകൾ ചൊല്ലി. 1964 ഇടശ്ശേരിയുടെ ഷഷ്ടിപൂർത്തിയുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിൽ നടന്ന വിപുലമായ സാഹിത്യ സംവാദങ്ങൾക്ക് ശേഷം ഇത്ര വിപുലമായൊരു കാവ്യസംവാദം പൊന്നാനിയിൽ ഇതാദ്യമാണ്. ഒരു നൂറ്റാണ്ടിലേറെക്കാലമായി നാം വായനാ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന മലയാള കവിതയുടെ ഭിന്ന ഭാവുകത്വ ഘട്ടങ്ങളെ പുതിയ ചിന്തകൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഇടശ്ശേരി കലാപാഠശാല സംഘടിപ്പിച്ച 13ഓളം പ്രഭാഷണങ്ങൾ മലയാളത്തിന്റെ അക്കാദമിക നിരൂപണ രംഗങ്ങൾക്ക് പുതിയ ഉണർവ് നൽകും. NCV ന്യൂസ്, പൊന്നാനി. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.